നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തത്, ഒരാളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരു സാധനം ചെയ്യില്ല, നമ്മൾ കുറ്റം പറയുക മാത്രമേ ചെയ്യാവൂ. ഞാൻ ഒക്ടോബർ 3-ന് ഒരു വീഡിയോ ചെയ്തു. അതായത് ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ അവർ തുർക്കിയിൽ ട്രാവൽ ചെയ്തുകൊണ്ട് സമയത്ത് ഒരു ചെറുപ്പക്കാരൻ തുണി ഊരി കാണിച്ചു. ഇതാണ് സാധനം. ഈ തുണി ഊരി കാണിച്ചപ്പോൾ അവൻ ചെയ്ത തെറ്റാണ്, ഇത്തരത്തിലുള്ള പരിപാടികൾ ഞരമ്പന്മാർ ഇവിടെയുണ്ട്, സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു. അവരുടെ ക്ലിപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു. അതിന് എനിക്ക് അവർ സ്ട്രൈക്ക് അടിച്ചു തന്നു, അവരെ അനുകൂലിച്ച് സംസാരിച്ചതിനെ. അവർ ഒരുപാട് തോന്നിവാസങ്ങൾ സോഷ്യൽ മീഡിയ കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ വീഡിയോസ് കാണുന്ന ഒരാളാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അവരെ അനുകൂലിച്ച ഒരു സാധനം ചെയ്തപ്പോഴത്തേനും സ്ട്രൈക്ക് അടിച്ചെന്ന്. അപ്പൊ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, നിങ്ങൾ എന്തിനാണെങ്കിൽ സ്ട്രൈക്ക് വന്നു, ഞാൻ നിങ്ങളെ അനുകൂലിച്ചല്ലേ സംസാരിച്ചത്, അപ്പൊ ആ വീഡിയോ റിമൂവ് ചെയ്യാം. പക്ഷെ ഞാൻ എന്തിനാണ് നിങ്ങൾ എനിക്ക് സ്ട്രൈക്ക് വന്നത്? ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല, തന്നേലും നിങ്ങളെ മോശം വെച്ചിട്ടില്ല, നിങ്ങളെ അനുകൂലിച്ചാണ് ഞാൻ സാധനം ചെയ്തതാണ്. ഇവരെനിക്കൊരു വോയിസ് അയച്ചടേ. ആ വോയിസിനകത്ത് ഇവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഓയങ്ങ് കെട്ടിത്തൂങ്ങി ചാവാൻ തോന്നും. എന്തിനാണ് ഞാൻ ഇവരെ അനുകൂലിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഒരാൾ വളരെ പൊളൈറ്റ് ആയിട്ടൊരു സാധനം പറയുമ്പോഴത്തേനും വളരെ അരഗന്റ് ആയിട്ടാണ് റിപ്ലൈ തന്നിട്ടുള്ളത്. ഞാൻ ഈ സാധനം ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വോയിസ് മെസ്സേജ് ആണ് അയച്ചത്. ആ വോയിസ് ഞാൻ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അത് പുറത്തിടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അത്രയ്ക്ക് അരഗൻസ് ആയിട്ടാണ് സംസാരിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവരെ അനുകൂലിച്ച് സംസാരിച്ചതിനാണ് എന്നെ പെടലിക്ക് അടിച്ചു തന്നത്. ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ സ്റ്റോറിയിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന യൂട്യൂബറാണ്. ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല കേട്ടോ, അതാ ദിങ്ങിയിരിക്കും.